18ാം ലോക്സഭയിലേക്കുള്ള സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിനായി ചരടുവലികൾ ശക്തമാക്കി സഖ്യകക്ഷികൾ. സ്പീക്കർ പദവികൾ തങ്ങൾക്ക് വേണമെന്ന് ജെഡിയുവും ടിഡിപിയും ഒരുപോലെ ആവശ്യപ്പെട്ടു. എന്നാൽ സുപ്രധാന വകുപ്പുകളെല്ലാം സ്വന്തമാക്കിയ ബിജെപി സ്പീക്കർ പദവിയും സഖ്യകക്ഷികൾക്ക് വിട്ടുനൽകേണ്ടെന്ന നിലപാടിലാണ്. ആഭ്യന്തരവും പ്രതിരോധവും ധനവും ഉൾപ്പെടെ സുപ്രധാന വകുപ്പുകളെല്ലാം ബിജെപി ഏറ്റെടുത്തോടെ സഖ്യകക്ഷികൾ വലിയ അതൃപ്തിയിലും നിരാശയിലുമാണ്. സ്പീക്കർ പദവിയിൽ കണ്ണുനട്ടിരിക്കുകയാണ് ജെഡിയുവും ടിഡിപിയും. ജൂൺ 24-നാണ് 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം. 26-ന് സ്പീക്കറെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കും. തങ്ങളുടെ നോമിനികളെ സ്പീക്കറാക്കണമെന്ന ആവശ്യം സഖ്യകക്ഷികളായ ജെഡിയുവും ടിഡിപിയും ഉയർത്തിക്കഴിഞ്ഞു. സ്പീക്കർ സ്ഥാനാർത്ഥിയെ എൻഡിഎ കക്ഷികൾ ഒരുമിച്ച് തീരുമാനിക്കുമെന്നായിരുന്നു ടിഡിപി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. ബിജെപിക്ക് സ്പീക്കർ ഉണ്ടായാൽ തങ്ങളുടെ എംപിമാരെ പദവി ഉപയോഗിച്ച് കുതിരക്കച്ചവടത്തിലൂടെ തട്ടിയെടുക്കുമോ എന്ന ഭയവും ജെഡിയുവിനും ടിഡിപിക്കുമുണ്ട്. അതേസമയം ബിജെപി ആകട്ടെ സ്പീക്കർ സ്ഥാനവും സഖ്യകക്ഷികൾക്ക് വിട്ടുനൽകേണ്ടെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം മാത്രം സഖ്യകക്ഷികൾക്ക് നൽകിയാൽ മതിയെന്നാണ് തീരുമാനം. അതിനിടെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ നിലപാട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിപ്പിക്കാനാണ് മുന്നണിയുടെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി.